സുവിശേഷത്തെ പറ്റി ഏറ്റു പറഞ്ഞ സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പൊ സുവിശേഷം എന്ന് പറയണത്, വചനം എന്ന് പറയണത് എന്താണ്? അത് രക്ഷയിലേക്ക് നയിക്കുന്ന, രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവാണ്. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ക്രിസ്തുവിനെ കയ്യിലെടുത്തപ്പോൾ ശമയോൻ പറഞ്ഞതാണ് എന്താണ്? സകല ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അല്ല ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, മനസ്സിലായില്ലേ? യഹൂദന് വേണ്ടിയും അക്രൈസ്തർക്ക് വേണ്ടിയും ഹിന്ദുക്കൾക്ക് വേണ്ടിയും മുസ്ലിംസിന് വേണ്ടിയും പാർസികൾക്ക് വേണ്ടിയും എന്താണ്? എന്തെന്നാൽ സകല ജനങ്ങൾക്കും വേണ്ടി പറഞ്ഞേ, സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അതാരാണ്? ക്രിസ്തുവാ. അതാ ക്രിസ്തുവ. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നും 10:17 റോമ. വിശ്വാസം കേൾവിയിൽ നിന്നും പറഞ്ഞേ, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നുമാണ്. അപ്പൊ വചനം എന്താണ്? വചനം റോമ 1:16 അനുസരിച്ചുകൊണ്ട് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പം വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വചനത്തിലൂടെ നമുക്ക് എന്താ ലഭിക്കണത്? ദൈവത്തിൻ്റെ ശക്തി ലഭിക്കും. പിന്നെ എന്ത് കിട്ടും? വിശുദ്ധി കിട്ടും.